ഹലോ. ആം, ഇന്ന് ഞാൻ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബീഫ് ബ്രോക്കലി സ്റ്റിർ ഫ്രൈ എന്ന് പറഞ്ഞിട്ടൊരു റെസിപ്പി. ഇത് നമുക്ക് ബീഫൊക്കെ ഇങ്ങനെ ഒരേ രീതിയിൽ തന്നെ നമ്മുടെ നാട്ടിലെ റെസിപ്പി വെച്ച് ഉണ്ടാക്കി കഴിച്ച് മടുത്ത് കഴിയുമ്പോൾ നമുക്ക് വേറൊരു രീതിയിൽ കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ്. കാരണം ഇതിനൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടേസ്റ്റ് ആണുള്ളത്. ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഭയങ്കര ഉപ്പോ പുളിയോ എരിവോ അങ്ങനെ ഒന്നുമില്ല. വളരെ സട്ടലായിട്ടുള്ള ഫ്ലേവേഴ്സ് ഒക്കെയാണുള്ളത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ ബീഫ് ബ്രോക്കലിയാണ്, അപ്പോൾ ബ്രോക്കലി ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ബ്രോക്കലി അല്ലാതെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ബ്രോക്കലി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം കൂടിയായിരുന്നു. ഞാൻ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് ബ്രോക്കലി ചുമ്മാ കഴിക്കാനായിട്ട് വലിയ ഇഷ്ടമില്ലായിരുന്നു, കാരണം ബ്രോക്കലിക്ക് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഒന്നുമില്ല. പക്ഷെ ഇതിൻ്റെ കൂടെ ഇടുമ്പം ബ്രോക്കലി നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ കൂടെ ബ്രോക്കലി ഇട്ട് ഉണ്ടാക്കി തുടങ്ങി. അപ്പോൾ എൻ്റെ കൊച്ചിനും എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇത് ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഞാനിന്ന് ചെയ്യുന്നത്. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഭക്ഷണം ഉണ്ടല്ലോ, നമ്മൾ എരിവും പുളിയൊക്കെയുള്ള ഭക്ഷണം, അത് കഴിച്ചിട്ട് ഇത് കഴിച്ച് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവത്തേ ഇല്ല. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഇത് തന്നെയായിട്ട് കഴിക്കണം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് വൈറ്റ് റൈസ് ആണ്. പക്ഷെ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, പൊറോട്ടയുടെ കൂടെ കഴിക്കാം, അതുപോലെ തന്നെ ബസ്മതി റൈസ് ഇല്ലേ, അത് വെച്ചിട്ട് ചോറുണ്ടാക്കി കഴിക്കാം, അല്ലെങ്കിൽ ഈവൻ മട്ട റൈസിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. പക്ഷെ ഒന്നുമായിട്ട് മിക്സ് ചെയ്യരുതെന്നേ ഉള്ളൂ. ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ എന്താണ് പറയുക, ഈസി കുക്ക് വൈറ്റ് റൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു അരി കിട്ടത്തില്ലേ, ആ അരി വെച്ച് ചോറുണ്ടാക്കി അതിൻ്റെ കൂടെ ഇത് കഴിക്കുകയാണെങ്കിൽ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇന്നാണെങ്കിൽ ഇവിടെ നല്ല വെയിലാണ്. നോക്കിയേ, നല്ല രസമല്ലേ, നല്ല തെളിഞ്ഞ ആകാശവും. ഇന്നാണ് ഇവിടെ തണുപ്പൊന്നുമില്ല, നല്ലൊരു ദിവസമാണെന്ന്. ഈ ബീഫ് ബ്രോക്കലി സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടുന്നത് ബീഫാണേ. അപ്പോൾ ഞാനിവിടെ സെർലോയിൻ സ്റ്റേക്കാണ് എടുത്തിരിക്കുന്നത്. അതിനിങ്ങനെ തിൻ സ്ട്രൈപ്സ് ആയിട്ട് മുറിച്ചെടുക്കും. അപ്പോൾ ഇതിങ്ങനെ മുറിച്ചെടുക്കാൻ എളുപ്പത്തിന് ഞാനൊരു 1/2 hour to 1 hour ഇതിനെ ഒന്ന് ഫ്രീസറിൽ വെക്കും. അപ്പോൾ ഇതൊന്ന് ഇത്തിരി കട്ടിയാവും. അപ്പോൾ നമുക്കിങ്ങനെ പിടിച്ചിട്ട് വളരെ തിന്നായി മുറിച്ചെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇത് ഒത്തിരി ക്രൗഡഡ് ആക്കാതെ കുറച്ച് ഇട്ടിട്ട് പല ബാച്ചസ് ആയിട്ടാണ് ഞാൻ വറുത്തെടുക്കുക. അപ്പോൾ ഇതൊന്നിങ്ങനെ നല്ലതുപോലെ ബ്രൗൺ ആവുന്നത് വരെ നമ്മളിതിനെ ഒന്ന് വറുക്കണം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ. ഒരു 5-10 മിനിറ്റിൽ ഇത് വേവും, കാരണം അത്രയും തിന്നായിട്ടാണല്ലോ നമ്മൾ മുറിക്കുന്നത്. എന്നിട്ട് അതൊന്ന് ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ പല ബാച്ചസിൽ ഇങ്ങനെ ബ്രൗൺ ആക്കിയിട്ട് അതൊന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ നമുക്കിതിനെ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ അതേ പാനിലേക്ക് തന്നെ നമുക്ക് ഇങ്ങനെ ബ്രോക്കലി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട്, അത് ഒത്തിരി ചെറുതാണ്ട്, അതിൻ്റെ ഫ്ലോർസ് ഓരോന്നായിട്ട് മുറിച്ചെടുത്തിട്ട് അതൊന്ന് ഇട്ടിട്ട് നമുക്കിതിനെ ഒന്ന് സ്റ്റീം കുക്ക് ചെയ്യണം. അപ്പം ഞാൻ ചെയ്യുന്നത് ഈ ബ്രോക്കലി ഇടും, എന്നിട്ട് അതിലേക്ക് ഒരു 2-3 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതിനെ അടച്ച് വെച്ച് ഒരു 3 to 5 minutes ഒന്ന് സ്റ്റീം കുക്ക് ചെയ്യും. അപ്പോഴേക്കും ബ്രോക്കലി നന്നായിട്ട് കുക്ക് ചെയ്ത് വരും. അത് കൂടുതൽ സമയം വേണ്ട കേട്ടോ. നമുക്കിതിന് ഒരു സോസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആ സോസിന് വേണ്ടിയിട്ട് നമുക്കൊരു വലിയ കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് മുറിച്ചൊന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം, 5 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ സെസമി ഓയിൽ, ഉപ്പ്, പിന്നെ ഒരു അല്ലി ഗാർലിക്ക്, പിന്നെ എല്ലാത്തിനെയും കൂടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 ടീസ്പൂണ് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കരയും കൂടി ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രോക്കലി ഇതാ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റീം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബ്രോക്കലി ഈ പാത്രത്തിൽ നിന്ന്, നമ്മുടെ പാനിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്ത് വെക്കാം. അതേ പാനിലേക്ക് തന്നെ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്ത് 1-2 ഗാർലിക്ക് അല്ലി ചെറുതായി മുറിച്ചത് ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന ബീഫ് അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് ഈ ഗാർലിക്കും ബീഫും കൂടെ പതിയെ ഒന്ന് ഒരു 2-3 സെക്കൻഡിലേക്ക് ഒന്ന് സോട്ട് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ സോസും ബീഫും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റത്തേക്ക് നമുക്കിനി ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അപ്പോഴേക്കും നമ്മുടെ ഈ ബീഫ് വറുത്ത് കഴിയുമ്പോൾ ഇത് ഇത്തിരി ക്രിസ്പി ആയിരിക്കും. ഈ സോസിൽ കിടന്ന് അതൊന്ന് സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 മിനിറ്റ് നമുക്കിതിനെ ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചൊന്ന് വേവിക്കാം.
അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം സ്റ്റീം കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രോക്കലിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ ബ്രോക്കലിയും ബീഫും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വീണ്ടും ലോ ഫ്ലെയിമിൽ നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ ഈ ബ്രോക്കലിയിലേക്ക് ബീഫിൻ്റെ ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ ഈ സോസിൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടി ഒന്ന് പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിക്കാം. നമ്മുടെ ബീഫ് ബ്രോക്കലി സ്റ്റിർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ബ്രോക്കലി കഴിക്കാനൊക്കെ ഇഷ്ടമില്ലാത്ത കുട്ടികളെയൊക്കെ കഴിപ്പിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഡിഷിൽ ബ്രോക്കലിക്ക് ഭയങ്കര ഒരു ടേസ്റ്റാണ്. ഇത് ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും എനിക്ക് എപ്പോൾ ഇത് തീർന്നു എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടമായ പറയണേ. നമ്മളുടെ അടിപൊളി ആയിട്ടുള്ള ബീഫ് ബ്രോക്കലി സ്റ്റിർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ്. സ്മെല്ലടിക്കുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് കഴിച്ചു നോക്കുക. യമ്മേ, അടിപൊളി. ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന ടേസ്റ്റ് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇഞ്ചിയില്ല, ഇഞ്ചിയുടെയും കുരുമുളകിൻ്റെയും കൂടെ ടേസ്റ്റാണ്. ബീഫിൻ്റെ ആ ഒരു ഫുൾ ഫ്ലേവർ പുറത്തേക്ക് വരാനായിട്ട് അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട എന്നോട് പറയണം കേട്ടോ. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.